വീട് എന്നതിന് അറബി ഭാഷയിൽ മസ്കൻ എന്നാണ് പറയുക. മസ്കൻ എന്നാണ് വീട് എന്ന മലയാള പദത്തിന്റെ അറബി. മസ്കൻ എന്നാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഈ പള്ളി പണിതത്, നമ്മുടെ അങ്ങാടികളിലുള്ള കെട്ടിടങ്ങൾ പണിതത്, നമ്മുടെ വീട് പണിതതും ഒരേ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും ഒരേ സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുമായിരിക്കും. ഇതൊക്കെ പണിതത്. അതിന് കല്ല് വേണം, സിമന്റ് വേണം, ബാക്കിയുള്ള അതിന്റെ എല്ലാ കാര്യങ്ങളും ഒരു വീട് പണിയാനും ഒരു പള്ളി പണിയാനും കെട്ടിടങ്ങൾ പണിയാനും ആവശ്യമാണ്. എന്നാൽ അതിനൊക്കെ അറബിയിൽ മറ്റു പേരുകളാണ്. എല്ലാം ഒന്നാണ്, ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും സാധനങ്ങളും ഒന്നാണെങ്കിലും വീടിന് പറയാറുള്ളത് മസ്കൻ എന്നാണ്. മസ്കൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സമാധാനമുള്ള, സമാധാനത്തിന്റെ ഉറവിടം എന്നാണ്. മസ്കൻ എന്ന് പറഞ്ഞാൽ സമാധാനത്തിന്റെ ഉറവിടമാണ്. ഒരു മനുഷ്യൻ അങ്ങാടിയിൽ ലഭിക്കാത്ത, ഒരു മനുഷ്യന് തന്റെ കൂട്ടുകാരിൽ നിന്ന് ലഭിക്കാത്ത, ഒരു സ്ത്രീക്ക് അവരുടെ കൂട്ടുകാരികളിൽ നിന്ന് ലഭിക്കാത്ത, അവളുടെ മാതാപിതാക്കളിൽ നിന്ന് പോലും ലഭിക്കാത്ത, തന്റെ കുടുംബങ്ങളിൽ നിന്ന് ലഭിക്കാത്ത ഒരു സമാധാനവും ശാന്തിയും സ്വസ്ഥതയും അനുരാഗവും പ്രേമവും സ്നേഹവും ഒക്കെ കുടുംബത്തിൽ നിന്ന് ലഭിക്കും എന്നതാണ് മതം മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട്. സമാധാനം കിട്ടാൻ വേണ്ടി അങ്ങാടിയിലേക്ക് പോകുക, സമാധാനത്തിനു വേണ്ടി ടൂർ പോകുക, സമാധാനത്തിനു വേണ്ടി കൂട്ടുകാരുടെ കൂടെ പോകുക എന്നതല്ല. അതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ്. സമാധാനത്തിനു വേണ്ടി വീട്ടിലേക്ക് വരിക, സമാധാനത്തിനു വേണ്ടി തന്റെ ഭാര്യയോട് സംസാരിക്കുക, സമാധാനത്തിനു വേണ്ടി തന്റെ ഭർത്താവിന്റെ കൂടെ കഴിയുക, സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകാൻ വീട്ടിലും കുടുംബത്തിലും നിൽക്കുക എന്ന കാഴ്ചപ്പാടിലേക്ക് വരണം എന്നതാണ് മതം പറയുന്നത്. അതാണ് മതം പഠിപ്പിക്കുന്നത്. അതല്ലാതെ സമാധാനം അന്വേഷിച്ച് മറ്റു സ്ഥലങ്ങളിലൂടെ പോകുക എന്നതല്ല. അതുകൊണ്ടാണ് പറഞ്ഞത് മസ്കൻ. വീട് എന്നത് സമാധാനത്തിന്റെ ഉറവിടമാണ്. വീട് എന്നത് സ്വസ്ഥതയുടെ ഉറവിടമാണ്. വീട് എന്നത് സന്തോഷത്തിന്റെ കേന്ദ്രമാണ് എന്നതാണ് വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. എന്ന് മാത്രമല്ല, അറബി ഭാഷ, വിശുദ്ധ ഖുർആൻ, പ്രവാചക ചര്യ മുന്നോട്ട് വെക്കുന്ന ഭാര്യ ഭർത്താവ് എന്ന പദങ്ങളെ അറബി ഭാഷയിലില്ല. ഭർത്താവ് എന്നാൽ ഭരിക്കുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം. ഭാര്യ എന്ന് പറഞ്ഞാൽ ഭരിക്കപ്പെടേണ്ടവൾ എന്നാണ് അതിന്റെ അർത്ഥം. അറബി ഭാഷയിൽ പറയുന്നത് സൗജ്, സൗജത്ത് എന്നാണ്. അങ്ങനെ പറഞ്ഞാൽ കൂടിക്കലർന്നത് എന്നാണ് അതിന്റെ അർത്ഥം. കൂടിക്കലർന്നത്. സ്നേഹവും പ്രേമവും അനുരാഗവും ആഗ്രഹങ്ങളും താല്പര്യങ്ങളുമെല്ലാം കൂടിക്കലർന്നവരാണ് ആര്? ഭാര്യയും ഭർത്താവും. പരസ്പരം സന്തോഷം പങ്കിടുന്നവരാണ്. പരസ്പരം സംസാരിച്ചു കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കുന്നവരല്ല. പരസ്പരം സംസാരിച്ചിരുന്നാൽ വീണ്ടും വീണ്ടും ജീവിതത്തിൽ സമാധാനമുണ്ടാകുന്നവരാണ് ഭാര്യയും ഭർത്താവും, ഇണയും തുണയും. അതാണ് സൗജ്, സൗജത്ത് എന്നതാണ് അറബി ഭാഷ പറയുന്നത്. ഈ ദുനിയാവിൽ മാത്രല്ല, ദുനിയാവിൽ കുടുംബജീവിതം എന്നത്, ഭാര്യ ഭർത്തൃ ജീവിതം എന്നത് സന്തോഷമുള്ളതാണ്. സമാധാനക്കേടേ അവിടെയില്ല, പ്രശ്നമേ അവിടെയില്ല. അവിടെ എന്തേ ഉള്ളൂ? അവിടെ സമാധാനവും സന്തോഷവും അനുരാഗവും പ്രേമവും സ്നേഹവും മാത്രമേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. വേറെ ഒന്നും ഉണ്ടാകാൻ പാടില്ല. അത് കുറ്റമാണ്, അത് തെറ്റാണ്. പരലോകത്ത് സ്വർഗപ്രവേശനത്തിന് തടസ്സമുള്ള ഒന്നാണ്. പല ആളുകളും വിചാരിക്കുന്നെന്തെന്നറിയോ? 5 വക്ത് നിസ്കരിച്ചാൽ മതി, ഭാര്യയെ ഉപദ്രവിച്ചാൽ കുഴപ്പമില്ല. റമദാൻ മാസത്തിൽ വ്രതമനുഷ്ഠിച്ചാൽ മതി, ഭർത്താവിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ചെയ്താൽ പ്രശ്നമില്ല. ഖുർആൻ ക്ലാസ്സിന് പങ്കെടുത്താൽ മതി, ഭർത്താവ് പറഞ്ഞ ഒരു കാര്യം ധിക്കരിച്ചാൽ പ്രശ്നമില്ല. ഭാര്യയുടെ മുഖത്തൊന്നടിച്ചാലും കുഴപ്പമില്ല, ഖുർആനൊന്ന് ഓതിയാൽ മതി എന്ന് തെറ്റിദ്ധരിച്ച ആളുകൾ ഉണ്ടാകുമ്പോഴാണ് കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. മറിച്ചോ വിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കുടുംബജീവിതം അങ്ങനെയല്ല. വളരെ നന്നായി കുടുംബജീവിതത്തിൽ ഇടപെട്ടിട്ടില്ലെങ്കിൽ നാളെ പരലോകത്ത് സ്വർഗം ലഭിക്കുകയില്ല എന്നതാണ് മതം പറയുന്നത്. സ്വർഗം ലഭിക്കുകയില്ല. പരലോകത്തെ കുറിച്ച് പറയുമ്പോൾ വരെ പറയുന്നത് എന്താണെന്നോ? സ്വർഗത്തെ കുറിച്ച് പറയുമ്പോ ഹും വ അസ്വാജുഹും, അവരും അവരുടെ ഇണകളും, ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ. സ്വർഗത്തെ കുറിച്ച് അങ്ങനെ ഖുർആൻ പറഞ്ഞത്.
അവരും അവരുടെ ഇണകളും മരത്തിന്റെ തണലുകളിൽ സോഫകളിൽ ചാരിയിരിക്കുന്ന സന്തോഷം കണ്ടെത്തുന്ന ആളുകളാണെന്നാണ്. അപ്പൊ പരലോകത്തും എന്താണ്? കുടുംബജീവിതത്തെ കുറിച്ച് വിശേഷിപ്പിക്കുമ്പോൾ അവിടെ സന്തോഷവും സമാധാനവുമാണ് വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്നത്.